ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ശുഭദിനം നേരുന്നു. ഇന്നത്തെ വിഷയം അധർമ്മമരുത് എന്നാണ്. ഗീത പറയുന്ന 18 പടികളിൽ 7-ാമത്തേതായിട്ടാണ് ഇത് വരുന്നത്. തളരരുത്, ദുഃഖിക്കരുത്, കോപിക്കരുത്, ആലസ്യമരുത്, ആസക്തിയരുത്. ഇങ്ങനെ പടികൾ കടന്ന് നാം 7-ാം പടിയിൽ പറയുന്നത് അധർമ്മമരുത് എന്നാണ്. ധർമ്മം ആണ് അതിൻ്റെ മൂലമായിട്ട് വരുന്നത്. അതിന് വിപരീതമായി വരുമ്പോഴാണ് അധർമ്മമാകുന്നത്. ധർമ്മം 2 അക്ഷരം മാത്രമുള്ള ഒരു വാക്കാണ്. അതുപോലെ മറ്റൊരു വാക്കുകൂടിയുണ്ട്, കർമ്മം. അതും 2 അക്ഷരമുള്ള ഒരു വാക്കാണ്. ഇവയുടെ പ്രാധാന്യവും ഇവയുടെ വൈപുല്യവും നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. വളരെ നിഗൂഢമായ, രഹസ്യമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന 2 വാക്കുകൾ. ധർമ്മത്തിൻ്റെ സംബന്ധിച്ച് പറയുമ്പോൾ ഗീതയിലെ ഒരു ശ്ലോകം ഇവിടെ പ്രസ്താവ്യമാണ്. അത് 3-ാം അധ്യായത്തിലെ 35-ാം ശ്ലോകമാണ്. ശ്രേയൻ സ്വധർമ്മോ വിഗുണ പരധർമാൻ സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വധർമ്മമാണ് ശ്രേയസ്കരം. അത് മോശമായാലും അതിൻ്റെ ഫലം ദോഷമായാലും അഥവാ അതിനു വേണ്ടി മരണം വരിക്കേണ്ടി വന്നാലും സ്വധർമ്മമാണ് ശ്രേയസ്കരം. അതാണ് അനുഷ്ഠിക്കേണ്ടത്. പരധർമ്മം സ്വധർമ്മത്തെ പോലെ അനുഷ്ഠിച്ചാലും ഗുണമൊന്നുമില്ല. പരധർമ്മം ഭയാവഹമാണ് എന്ന് പറയുന്നു. ഈ സ്വധർമ്മത്തെക്കുറിച്ച് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നറിയില്ല. പരധർമ്മവും ഏതാണെന്നും അതിൽ അധർമ്മം ഏതാണ്, ധർമ്മം ഏതാണ് എന്ന വ്യാമോഹം ഓരോ മനുഷ്യനെയും ഓരോ ഘട്ടങ്ങളിലും പിടികൂടും. ഭഗവാൻ ഇത് വളരെ വ്യക്തമായി അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ധർമ്മസങ്കടങ്ങൾ വരും, ഓരോരുത്തർക്കും വരും. ഒരു വ്യക്തി എന്നാൽ ആ വ്യക്തി പല വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. പല പദവികൾ വഹിക്കുന്നവരാണ് ഓരോരുത്തർ. ഒരാൾ മകനായിരിക്കെ തന്നെ അച്ഛനെ ആവുകയും ചെയ്യും, ഭർത്താവുന്നു, സഹോദരനാവുന്നു. ഇങ്ങനെ പല റോളുകളാണ് ഓരോരുത്തർക്കും അഭിനയിക്കാനുള്ളത് ഈ ജീവിതത്തിൽ. പിതാവിനെ അനുസരിക്കണം അല്ലെങ്കിൽ പിതാവിനെ പരിചരിക്കണം എന്ന ഒരു ഘട്ടം വരുമ്പോൾ തനിക്ക് മറ്റ് ആളുകളോട് ചെയ്യേണ്ടുന്ന ധർമ്മത്തെക്കുറിച്ചും കൂടി പരിഗണന വരേണ്ടി വരും. ഭർത്താവുള്ള എന്ന നിലയിലുള്ള ജോലി, മകനെ സ്വന്തം തനിക്കുള്ള മകനെ സംരക്ഷിക്കേണ്ട കാര്യം, സഹോദരൻ എന്ന നിലയിലുള്ളതായത്, ഇങ്ങനെ വിവിധങ്ങളായ ധർമ്മങ്ങളെക്കുറിച്ച് ചിന്ത വരും. അതിൽ പ്രാമുഖ്യം ഏത് കൽപ്പിക്കണം? പിതാവിനെ ശുശ്രൂഷിക്കുക, പിതാവിനെ ആശ്വസിപ്പിക്കുക എന്നത്. ഇത് നമുക്കിവിടെ രാമായണത്തിലെ ഒരു കഥ, അത് ഏറ്റവും പ്രസിദ്ധമായത് മാതൃകയായി തീരുന്നുണ്ട്. ശ്രീരാമൻ വനത്തിന് പോകേണ്ട എന്തി വരുന്ന ഘട്ടത്തിൽ പിതാവിൻ്റെ സത്യം പാലിക്കുവാനാണ് പോകുന്നത്. അതിനാണ് അദ്ദേഹം സ്വധർമ്മമായിട്ട് കാണുന്നത്. മാതാവിനോടുള്ള സ്നേഹം ഉണ്ട്, അത് അവിടെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു. രാജാവെന്ന നിലയിൽ രാജാവായിട്ടില്ല, എങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ജനങ്ങളോടുള്ള കൂറ് കാണിക്കണം, അവർക്ക് സങ്കടമുണ്ട്. പക്ഷേ അതിനേക്കാൾ മേലെ പിതാവിനോടുള്ള സത്യം പാലിക്കാൻ ആണ് അദ്ദേഹം പ്രാമുഖ്യം കൽപ്പിച്ചത്. അതുപോലെ തന്നെ ഭാര്യയോടുള്ള, ധർമ്മപത്നിയോടുള്ള കടമയുണ്ട്. അപ്പോൾ ധർമ്മപത്നി കൂടെ വരുന്നു എന്ന് പറഞ്ഞു, കൂടെ പോയി ആ ധർമ്മവും നിർവഹിച്ചു. അപ്പോൾ ഏറ്റവും പ്രധാനമായത് സ്വധർമ്മത്തിലുള്ള നിഷ്ഠയാണ് ശ്രീരാമൻ കാണിക്കുന്നത്. അത് പിന്നീട് ഭരതൻ
പടയുമായിട്ട് ചിത്രകൂടം വരെ പോയി പ്രലോഭിപ്പിച്ചിട്ടും എല്ലാ തരത്തിലുള്ളതായ കാര്യങ്ങൾ പറഞ്ഞ് നോക്കിയിട്ടും അതിൽ നിന്ന് പിന്തിരിയുവാൻ സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരിയുവാൻ ശ്രീരാമൻ കൂട്ടാക്കുന്നത്. ഇതാണ് സ്വധർമ്മനിഷ്ഠ. അതിനുവേണ്ടി മരണം വരിക. സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിൽ എന്തു തന്നെ സംഭവിച്ചാലും അതിൽ ഇളകുകയില്ല മനസ്സ്. ഇതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ഒരു വിശേഷമായിട്ട് ഭഗവത്ഗീത എടുത്ത് കാണിക്കുന്നത്. ധർമ്മത്തിന് പിന്നെയും വ്യാഖ്യാനങ്ങളുണ്ട്. ധർമ്മം വേറൊരു കഥ ഭാരതത്തിൽ നിന്നുള്ളത് തന്നെയാണ്. ധൃതരാഷ്ട്രർ പറയുന്നതാണ്, ജാനാമ്യ ധർമ്മം നച മേ പ്രവൃത്തി ജാനാമ്യധർമ്മം നച മേ നിവൃത്തി കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ധൃതരാഷ്ട്രർ പറയുന്നു, എനിക്ക് നിവൃത്തിയില്ല. എനിക്ക് അധർമ്മം എന്താണെന്നറിയാം, അല്ലെങ്കിൽ ധർമ്മം എന്താണെന്നറിയാം. ധർമ്മം പക്ഷെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അധർമ്മം എന്താണെന്നറിയാം, പക്ഷേ അത് പ്രവർത്തിക്കാതിരിക്കാനും വയ്യ. ആ ഒരവസ്ഥയിലെത്തുന്നു. ഏതോ ഒരു ദേവൻ എൻ്റെ ഹൃദയത്തിലിരുന്ന് എന്നെ നിയന്ത്രിക്കുന്നു, എന്നെ കൽപ്പിക്കുന്നു, ഞാനത് ചെയ്തു പോകുന്നു. ഹൃദിസ്ഥിതേന കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാകരം. എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ദേവൻ എന്നോട് കൽപ്പിക്കുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ നിസ്സഹായത ധർമ്മസങ്കടത്തിൻ്റെ അവസ്ഥയിൽ ദുര്യോധനോട് സ്നേഹം, യുധിഷ്ഠിരനോട് പിന്നെ ഉള്ളതായ കടമ, ഇതെല്ലാം അവിടെ കാണുന്നുണ്ട് നമ്മൾ. ഇതാണ് ധർമ്മസങ്കടങ്ങൾ. ഇവിടെ ഇതുപോലെ തന്നെ ഒരു മറ്റൊരവസ്ഥ അർജുനനെ സംബന്ധിച്ചിട്ട് വരുന്നുണ്ട്. അർജുനൻ 3-ാം അധ്യായത്തിലെ തന്നെ 36-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ധർമ്മമേത് അധർമ്മമേത് സ്വധർമ്മമേത് പരധർമ്മമേത് ഇതൊക്കെ തിരിച്ചറിയുവാനുള്ള ശക്തി നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ മനസ്സ് കൈവരണമെങ്കിൽ ഗീത തന്നെ പറയുന്ന ദൃഢചിത്തത, ദൃഢപ്രജ്ഞനാവുക, സ്ഥിതപ്രജ്ഞനാവുക എന്ന ഗുണം ശീലിച്ചേ പറ്റുള്ളൂ. ഈ അവസ്ഥയിലേക്ക് ഈ മനസ്സിനെ കൊണ്ടുവരുവാനുള്ളതായ കഴിവ് നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ഭഗവത്ഗീതയുടെ ആരാധകരാകുവാൻ നമുക്ക് ആവശ്യം. ഭഗവത്ഗീതയിലെ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുകയും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അതിനാകട്ടെ നമ്മുടെ ശ്രമം. ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി കാണും വരെ ഏവർക്കും നമസ്കാരം.